നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ഒരു പോസ്റ്റ് മതി വർഷങ്ങളായി കെട്ടിപ്പടുത്ത ആരാധക പിന്തുണ നിമിഷങ്ങൾക്കകം ചോദ്യം ചെയ്യപ്പെടാൻ. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി പറയുന്ന ഓരോ വാക്കും ഇന്ന് വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, പൊതുസമൂഹം വിലയിരുത്തുന്ന ഒരു പൊതു പ്രസ്താവന കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനകീയ വിഷയങ്ങളിൽ ഒരു താരത്തിന്റെ പ്രതികരണം പലപ്പോഴും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ഇപ്പോൾ അത്തരമൊരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ പേളി മാണി. വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പേളി മാണി പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. ഒരു ലക്ഷ്യവും ഒരു ജീവനേക്കാൾ വലുതല്ല, സുരക്ഷിതരായിരിക്കുക, പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറക്കരുത് എന്ന സന്ദേശമാണ് പേളി തന്റെ പോസ്റ്റിലൂടെ പങ്കുവച്ചത്. സമാധാനപരമായ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ അക്രമത്തെ അംഗീകരിക്കില്ല എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചത്. ഒരു വിഭാഗം പേളിയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലം വേണ്ടവിധം മനസ്സിലാക്കാതെയാണ് പ്രതികരിച്ചതെന്ന വിമർശനവുമായി രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ സമയത്ത് വിദ്യാർത്ഥികൾ നേരിട്ട സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെയായിരുന്നു ഈ അഭിപ്രായമെന്നായിരുന്നു വിമർശകരുടെ വാദം. വിമർശനം ശക്തമായതോടെ പേളി മാണിയുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റ് വിഭാഗം പിന്നീട് നിയന്ത്രിക്കുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് പേളിക്ക് നഷ്ടമായത്. ഇൻസ്റ്റഗ്രാമിന് പുറമെ യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വൻ കുറവുണ്ട് എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു. നിലപാടിൽ വലിയ പ്രതിഷേധമുയർന്നതോടെ പേളി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ കമന്റ് ബോക്സ് പൂട്ടി. വിവാദം അവിടെ അവസാനിച്ചില്ല. തന്റെ അഭിപ്രായത്തെ വിമർശിച്ചവരോട് പ്രതികരിച്ച് പേളി സമൂഹമാധ്യമത്തിൽ മറ്റൊരു കുറിപ്പും പങ്കുവച്ചു. തെറ്റായ ആളെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നതെന്ന തരത്തിലുള്ള ശക്തമായ പ്രതികരണവും ഒരു ചലച്ചിത്ര സംവിധായകനെ പരാമർശിച്ച് നടത്തിയ വിമർശനവും വീണ്ടും വലിയ വിവാദത്തിന് വഴിവെച്ചു. പിന്നീട് ആ കുറിപ്പ് അവർ നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഈ വിവാദത്തിന്റെ പ്രതിഫലനം പേളി മാണിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ രീതിയിലാണ് പ്രകടമായത്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് കുറയാൻ തുടങ്ങിയത്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫോളോവേഴ്സ് കുറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പൊതുജീവിതത്തിലുള്ള വ്യക്തികൾ സാമൂഹിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ വിമർശനങ്ങളെയും കേൾക്കാൻ തയ്യാറാകണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളെ വ്യക്തിപരമായ ആക്രമണമായി കാണരുതെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് ചലച്ചിത്ര താരങ്ങളും രംഗത്തെത്തി. സെലിബ്രിറ്റികളുടെ സാമൂഹിക ഇടപെടലുകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന ചർച്ചയും ഈ സംഭവത്തോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. സിനിമയിലൂടെയും ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും വലിയ ജനപ്രീതി നേടിയ വ്യക്തികൾ നടത്തുന്ന ഓരോ പരാമർശവും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ വിലയിരുത്തപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. മറുവശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇതോടൊപ്പം ഉയരുകയാണ്. ഒരു പൊതുപ്രവർത്തകനോ കലാകാരനോ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം ആ അഭിപ്രായത്തോട് യോജിക്കാത്തവർക്ക് വിമർശിക്കാനുള്ള അവകാശവും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഈ രണ്ടിനുമിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് സമൂഹ മാധ്യമ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരൊറ്റ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ തുടങ്ങി ലക്ഷക്കണക്കിന് പ്രതികരണങ്ങളിലേക്ക് വ്യാപിച്ച ഈ വിവാദം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഓരോ വാചകവും ഒരു സാധാരണ പോസ്റ്റ് മാത്രമല്ല, അത് പൊതുസമൂഹം വിലയിരുത്തുന്ന ഒരു പൊതു പ്രസ്താവനയാണ്. പിന്തുണയും വിമർശനവും ഒരുപോലെ ഏറ്റുവാങ്ങാൻ തയ്യാറാകേണ്ട വേദിയായാണ് ഡിജിറ്റൽ ലോകം മാറിയിരിക്കുന്നത്. പേളി മാണിയെ ചുറ്റിപ്പറ്റിയ ഈ വിവാദം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്.